ശ്രുതി ഓക്കെ, സംഗതി ഇത്തിരി പാളിപ്പോയി. ഇനി ഒരു 150 ഗ്രാം ഷഡ്ജവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ ഓക്കെ. കൽബിലെത്തി കൽബിലെത്തി. സ്വന്തമായിട്ട് കാമയ്ക്കൊരു പാട്ട് എഴുതാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഒരു ഒടുക്കത്തെ പാട്ട് തകരും. ഇവന്മാരെ വീട്ടില് വണ്ടി എടുക്കാൻ പറ്റില്ല. തന്നെ വണ്ടി ലൈറ്റാ. അയ്യോ എന്നെ കൊല്ലണേ. லேட்டாய் வந்தாலும் ஷாருக் கான் லேட்டஸ்ட் ஆகி வருவேன். அந்த ஆளை கீழே போடுறா, அல்ல நான் சுட்டுடுவேன். ஐயோ சுட்டுடுவேன் சொன்ன பண்ணி இட்டுடுவேன் கேட்டேன். டாய் ഇവന്റെ പ്രേമം തുടങ്ങിയ പിന്നെ ഇടിക്കൊരു പറ്റില്ല. ബസ്സര മണിക്കൂർ വൈകുന്നേ എഴുതി പെണ്ണുമ്പിള്ളയുടെ വെട്ടുകൊണ്ട് ഞാണ്ട് വരൂ. ഞാനല്ല കൊല്ലോടി. അത് ശരി, അപ്പൊ എന്നെ അല്ലായിരുന്നാ വെട്ടം? അയ്യോ ചേട്ടാ രക്ഷിക്കണേ. എന്താ ചേച്ചി കാര്യം? എന്റെ കെട്ടിയോനെ ഏത് നേരം മൊബൈലിൽ വിളിച്ച് ശൃംഗരിച്ചോണ്ടിരിക്കണം നീയാണേടി. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചേ അത്യാവശ്യങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിയാ, അല്ലാതെ ആണുങ്ങളെ വിളിക്കാൻ വേണ്ടിയല്ല. അല്ല ചേച്ചി, അത് പിന്നെ എന്താന്നറിയോ, ഞാൻ അത് ശരി. അപ്പൊ നീയാണല്ലേ ഇവളുടെ കെട്ടിയോ? അപ്പൊ ഞാനല്ല. എടോ, ആണായ കെട്ടിയ പെണ്ണിനെ നിലയ്ക്ക് നിർത്തണം, അല്ലാതെ ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്ത് കണ്ട ആണുങ്ങളെ വലവിച്ച് പിടിക്കാൻ അഴിച്ചു വിടുകയല്ലേ വേണ്ടത്. ഇനി മേലാൽ ഇവളെന്റെ കെട്ടിയോനെ ഫോൺ ചെയ്തെന്നറിഞ്ഞ അരിഞ്ഞിടും തന്നെ. നേരെ നോക്കണേ കറമ്പി, നീയൊക്കെ ജനിച്ച് വീണത് മൊബൈൽ ഫോൺ കൊണ്ടാണോ? നിന്നെ പോലെ ഒരു താടകയുടെ ഭർത്താവാണെന്ന് കരുതി ആ പെണ്ണുമ്പിള്ള എന്നോട് പറഞ്ഞു പോയി എന്നാണെന്ന് കേട്ടോ? അയ്യടാ, ഭർത്താവാൻ കണ്ടൊരു സ്വരൂപം. അതേ, നല്ല ഒന്നാന്തരം ചുള്ളന്മാരായ ഒരു ഡോസൻ ലവേഴ്സ് എനിക്കുണ്ട്. അതിനിടയില പുട്ടുകുറ്റി പോലെ ഒരുത്തൻ. മൊബൈൽ ഫോണിൽ കൂടെ ചക്കരെ പാലേ തേനെന്നൊക്കെ വിളിക്കുമ്പോ അവന്റെയൊക്കെ ധാരണ ഇവളെ ഐശ്വര്യറായി എന്ന്. എന്നാ ഈ പറയുന്നവന്മാർ എന്നാലും ഇവളെ നേരിട്ട് കണ്ടാലോ? ആ നിമിഷം എൻഡോസൾഫാനിൽ മുഖ്യ മുന്തിരിങ്ങ മേടിച്ച് ആത്മഹത്യ. കാലമായിട്ട് ഗിയർ ബോക്സ് പൊളിക്കാനല്ലാതെ വണ്ടി ഓടിക്കാൻ അവനറിയാൻ നന്നായി ഓടിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഇഷ്ടായിട്ടോ. ഡ്രൈവിംഗിൽ ഞാനൊരു സംഭവം, ഏത് വണ്ടിയും ഓടിക്കും. എന്താ പേര്? മൈ നെയിം ഈസ് അജിത് കുമാർ. സെൽഫോൺ നമ്പർ പ്ലീസ്. കൊള്ളാലോ സെൽഫോൺ, 2 സിം ഇടാൻ പറ്റിയ ഫോണാ. നമ്പർ പ്ലീസ് ചേട്ടോ. 9899959500. ഫാൻസി നമ്പർ. ചേട്ടനൊരു സംഭവം തന്നെ. ആണോ മാനമില്ലാത്ത വർഗങ്ങള്. വൈകിട്ട് ചന്ത ജംഗ്ഷനിൽ രാവിലെ എന്റെ മുഖത്ത് സ്പ്രേ പെയിന്റ് അടിച്ചല്ലോ. എന്തായാലും മേക്ക് പസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ മുഖം ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഇവിടെ മുഖത്തേക്ക് പഞ്ചേരടിച്ച് നിൽക്കാണ്ട് പോയി ടിക്കറ്റ് കൊടുക്കാം. കൂട്ടുകാർ നല്ല തമാശക്കാരെയുള്ള തമാശ തമാശ. എന്തോട്ടാ ടയറോജറായി. അതെ ടയറോജറായി. ഇങ്ങനെ പോകില്ലട്ടോ, എല്ലാവരും അറിയിക്കും. ഇനി ടയർ മാറ്റിയിട്ടാ പോകാൻ പറ്റുള്ളൂ. എല്ലാവരും ഇറങ്ങിക്കോ. അതെ 5 കൊല്ലം ഓടുകയല്ലേ ഒരു ടയർ? അതിന് 6 കൊല്ലമായിട്ടുള്ളോ? 6 കൊല്ലമായോ? 6 5 30. എന്തായാലും എല്ലാവരും ഇറങ്ങിക്കോ. ഇന്ന് പോവുകയല്ലേ? തുറക്കാനല്ല പറഞ്ഞു, ഇടിക്കാൻ പറഞ്ഞില്ലല്ലോ. ഈ വണ്ടിക്ക് പഞ്ചറാവാനേ നേരമുള്ളൂ. ഓഹോ, അങ്ങനെയുണ്ടോ? ഞെളിഞ്ഞിരിക്കാതെ വന്ന് സ്റ്റിയറിംഗ് മാറിയിട, അല്ല ടയർ മാറിയിട. തിരിഞ്ഞുപോയി. ചേച്ചിയെ ടിക്കറ്റ് എടുത്താർന്നോ ചേച്ചി? ആരും പിടിക്കണ്ട. ആദ്യം നിന്റെ വണ്ടിയുടെ ടയർ നന്നാക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കില്ല.
ഓ രാവിലെ തന്നെ ഒരു ബാറും വിഴുങ്ങിച്ച് വന്നേ കൊച്ചാവം. ഛേ, ഇത് എന്തൊരു കഷ്ടാടി. വണ്ടി എന്നും പഞ്ചറാണല്ലോ. പുതിയൊരു ടയർ വാങ്ങാൻ നിന്റെ ഷാരൂഖ് ഖാനോട് പറഞ്ഞൂടെ? കഴിഞ്ഞിട്ട് മോശമില്ല. മോനെ ലക്ഷണം ഒന്ന് നോക്കിയാലോ? എന്റെ നല്ല ഐശ്വര്യമുള്ള മുഖാണ് കേട്ടാ. നല്ല കാലം വരാൻ തോന്നുന്നുണ്ട്. വന്നല്ല ലക്ഷണം വെച്ചാട്ടെ. നല്ല രാജകുമാരൻ തന്നെ. നേരിട്ടുള്ള ഗ്ലാമർ ഫോട്ടോ കിട്ടിയാവോ? നിനക്കിന് വെച്ചടി വെച്ചടി കേട്ടാണ് മോനെ. ധൈര്യമായിട്ട് എന്റെ ജോലിയെ തിരിച്ചെടുക്കോ? നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടില്ല. ലോട്ടറി അടുക്കല്ല. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാനേ ഇടയില്ല. പക്ഷേ ഒളിച്ചോടിപ്പോയ നിന്റെ സ്വന്തം ഭാര്യ കാമുകനെ ഉപേക്ഷിച്ച് ഇന്നേക്ക് 3-ാം പക്കം നിന്റെ അടുത്തേക്ക് തന്നെ മടങ്ങി വരും മോനെ. ഒരുമാതിരി ചങ്കിക്കൊള്ള വർത്താനം പറയരുത്. ആ ഒഴിയാപാതം പോയി കിട്ടിയ എന്റെ സന്തോഷത്തില് 4 അടിച്ച് ഞാൻ അർമാദിച്ചിരിക്കുമ്പോഴാ ആ ഉരുമ്പിട്ടോളും മടങ്ങി എന്റെ കാര്യം പറയണത്. കാലത്ത് തന്നെ എന്റെ വായിലിരിക്കുന്ന കേൾക്കണ്ടെങ്കിൽ ഇപ്പോ ലക്ഷണം പറയാൻ വന്നേക്കണ 2 കീഴടിക്കേണ്ട കാശും പോയി. മോളെ മോളുടെ മുഖത്ത് ലക്ഷ്മി ദേവി കളിയാടുന്നുണ്ട്. മോളൊരു പയ്യനെ സ്നേഹിക്കുന്നുണ്ടല്ലേ? അത് നടക്കുവോ ഇല്ലയോന്ന് പറയാം. ലീലാമണിയുടെ ലാപ്ടോപ്പില് ഈ മുഖമൊന്ന് കേറ്റി തന്നാ മതി. നോക്കാടി. മോളുടെ പേരെന്താണ്? കവിത. ഹായ്, നല്ല ഐശ്വര്യമുള്ള പേര്. ഐശ്വര്യ റായി ദക്ഷിണ വെച്ചാട്ടെ. നല്ല അരുമയാണ് മുഖം. മോളെ ഇഷ്ടദൈവത്തിന്റെ പേര് പറ. ഹനുമാൻ. ആഹാ, ഹനുമാൻ സ്വാമിയാണല്ലേ? ഹനുമാൻ മരുത്വാമലയെടുത്ത് പറന്നുപോയതുപോലെ ഏതോ ഒരുത്തം വന്ന് മോളെ കൊത്തിക്കൊണ്ടു പോകും. എന്താടി ഇങ്ങനെ ഇരുന്ന് മോങ്ങാനായിട്ട്? നിന്റെ വല്ലൊരു ചത്തോ? നിങ്ങൾ എന്തിനാ എന്നോട് വെറുതെ ചാടി കയറുന്നേ? നമ്മുടെ മോൾ ഒരുത്തനോട് ഇറങ്ങിപ്പോയത് നാട്ടുകാരെ മുഴുവൻ അരച്ചു വെറുതെ നാണം കെടണ്ട. ഇനി എന്താ ചെയ്യേണ്ടത് ആലോചിക്കുക. ആലോചിക്കൊന്നുമില്ല. പ്രേമം മൂത്ത് അന്യ മതക്കാരൻ്റെ കൂടെ ഇറങ്ങി പോയവളെ കഴിയും ഞാൻ. കൊല്ല്. കുറെ വിഷം വാങ്ങി തന്നെ എല്ലാരെയും കൊല്ല്. അപ്പൊ നിങ്ങൾക്ക് സമാധാനമാവുമല്ലോ. കുമരേട്ടാ, ജാതി മതമൊക്കെ ഇപ്പോഴത്തെ കാലത്തൊരു പ്രശ്നമാക്കണോ? അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന്. എന്നാ നിന്റെ മോളെ വല്ല നസാണിക്കോ മാപ്പിളക്കോ കെട്ടിച്ചു കൊടുക്ക.